തൊഴിലാളി ഐക്യ ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഇവിടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വർക്കിംഗ് ചെയർമാൻ TN രാജൻ, ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള വിശ്വകല തങ്കപ്പൻ, എൻ്റെ പേര് VV രാജേന്ദ്രൻ, ഞാനിതിൻ്റെ ഖജാൻജിയാണ്. ഇത് നമ്മുടെ FI2ൻ്റെ പ്രതിനിധിയാണ്, ഷാജഹാൻ ആണ്. ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനം ഇവിടെ നടത്തുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ ആനുകൂല്യങ്ങളൊക്കെ, നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ മാസങ്ങളോളം കുടിശ്ശികയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 36 സംഘടനകൾ, ട്രേഡ് യൂണിയൻ സംഘടനകൾ ചേർന്നുകൊണ്ട് രൂപം നൽകിയതാണ് നിർമ്മാണ തൊഴിലാളി ഐക്യ ട്രേഡ് യൂണിയൻ സമിതി. ആ സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട് 19-ാം തീയതി ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ ഓണത്തിന് മുമ്പായി നമ്മുടെ ആനുകൂല്യങ്ങളും പെൻഷൻ അടക്കം കുടിശ്ശിക തീർത്തിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ധർണ ഉദ്ഘാടനം ചെയ്തത് KK രമയാണ്. അതേക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത്. അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ TN രാജനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം സമിതിയുടെ സംസ്ഥാന ട്രഷറർ VV രാജേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 19-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDFന്റെ ഭരണകാലത്ത് ഇപ്പൊ UDF ഭരിക്കുന്ന സന്ദർഭത്തിൽ ഐക്യസമിതിയുടെ സംസ്ഥാന നേതാക്കന്മാർ നേരിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണുകയും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവരുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. എല്ലാവർക്കും അറിയാം, ഓണാഘോഷ വേളയിലാണ് കേരളയിലെ എല്ലാവരും തന്നെ. ഓണം അടുക്കുമ്പോൾ തൊഴിലാളികൾ എവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ടോ അവർക്ക് ബോണസ് ലഭ്യമാകുന്നതിന്, ഫെസ്റ്റിവൽ അലവൻസ് ലഭ്യമാകുന്നതിന് ആവശ്യമായ ചർച്ചകളും അതിനനുസരിച്ച് തീരുമാനങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. എന്നാൽ ഒരു ഫെസ്റ്റിവൽ അലവൻസും ബോണസും ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു തൊഴിലാളി സമൂഹമാണ് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ. 1990-കളിൽ അന്ന് കേരളം ഭരിച്ച സർക്കാർ ഇവരുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു ക്ഷേമ ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 16-18 ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ ആ ക്ഷേമനിധിയിൽ അംഗങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 1.25 ലക്ഷത്തോളം പേർ തൃശ്ശൂർ ജില്ലയിലെ ആ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി വലിയ പ്രതിസന്ധിയാണ് ആ ബോർഡിനകത്ത് തൊഴിലാളികൾ നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. 2014 ഡിസംബർ മാസം വരെ 60 വയസ്സ് പൂർത്തിയായ ആളുകൾ തങ്ങൾ പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ അവരുടെ അപേക്ഷ പരിഗണിച്ച് പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ധിക്കാരപരമായ ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കടുത്ത അവഗണന അവസാനിപ്പിക്കേണ്ടതുണ്ട്. പെൻഷൻ ഏതാണ്ട് 4 ലക്ഷത്തോളം പേർ ഇപ്പൊ പെൻഷൻ വാങ്ങി വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് പെൻഷൻ പുതിയതായിട്ട് അപേക്ഷ വെച്ചവരാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം തൊഴിലാളികൾ സംസ്ഥാനത്താകെ പെൻഷൻ ലഭിച്ചു വരുന്നവരുണ്ട്. അവർക്ക് 1 വർഷമായി പെൻഷൻ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ 2025 ജൂൺ മാസത്തിന് ശേഷം ഈ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകിയിട്ടില്ല.
അതും ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ ഇവിടെ വർദ്ധിപ്പിച്ചു കൃത്യമായി വിതരണം ചെയ്യുന്നൊക്കെ മേനി നടിക്കുമ്പോഴും ഇപ്പോഴും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കൊടുത്തു വരുന്നത് വെറും 1600 രൂപ മാത്രമാണ്. അവിടെ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനി നിർമ്മാണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2024 ഡിസംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിച്ച പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച തൊഴിലാളി വാർദ്ധക്യ പെൻഷന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് വെറും 600 രൂപയാണ്. ഇതൊട്ട് അനുവദിച്ചിട്ടുമില്ല. ഇത് വഞ്ചനപരമായ നിലപാടാണ്. ഈ തൊഴിലാളി കാണിക്കുന്ന നീതികേടാണ്. ഈ നീതികേടിനെതിരെയാണ് 19-ാം തീയതി ഓണത്തിന്റെ തലേന്നുള്ള രീതിയിൽ തൊഴിലാളികൾ സംയുക്തമായി ചേർന്നു CITU BMS ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ഏതാനും സ്വതന്ത്ര സംഘടനകളും സംയുക്തമായി, അതാണ് 32 സംഘടനകളുടെ പേര് പറഞ്ഞത്, സംയുക്തമായി ഏതാണ്ട് 2022 മുതൽ നിരന്തരം സമര പോരാട്ടത്തിലാണ്. നിരന്തര സമരത്തിൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഈ സംയുക്ത സമിതി കക്ഷി രാഷ്ട്രീയം നോക്കാതെ ശക്തമായ പോരാട്ടങ്ങളുടെ മുമ്പിലാണ്. എന്നിട്ടും ബന്ധപ്പെട്ട ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുന്നത് നീതികേടാണ് എന്ന വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ ബോർഡാണ്. 16 ശേഷം വരുന്ന തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ഒരു ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞാൽ നിരവധി ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകി വന്നിരുന്ന ഒരു ബോർഡാണ് 10 വർഷത്തിന് മുമ്പ്. തൊഴിലാളി മരണപ്പെട്ടാൽ മരണാനന്തര ആനുകൂല്യം, തൊഴിലാളിക്ക് സംസ്കാരത്തിനുള്ള ആനുകൂല്യം, പെൻഷൻ തന്നെ 3 തരത്തിലുള്ള പെൻഷൻ സംവിധാനങ്ങൾ, ഫാമിലി പെൻഷൻ അടക്കം വരുന്ന സംവിധാനങ്ങൾ, അവശത പെൻഷൻ കൊടുക്കുന്ന സംവിധാനങ്ങൾ, അവിടെ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളിക്ക് പ്രസവാനുകൂല്യം കൊടുക്കുന്നതിനുള്ള ഈ ആനുകൂല്യങ്ങളൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കുന്ന കാര്യത്തിൽ LDF ഗവൺമെന്റ് കാലഘട്ടത്തിലായാലും ശരി, ഇപ്പൊ UDF ഗവൺമെന്റ് കാലഘട്ടത്തിലായി ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയ ഒരു സംഘടനയാണ് ഈ സംയുക്ത സമിതി എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയാണ്. ഞാൻ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല, കാരണം ഇപ്പൊ മറ്റുള്ളവർ ഇതിനു മുമ്പ് നടന്ന പത്രസമ്മേളനം ഞങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. മണിക്കൂറുകളെടുത്തൊക്കെ പത്രസമ്മേളനം നടത്താൻ നമുക്കറിയാം. ഞാൻ എന്തായാലും അതിനൊരു തൃശ്ശൂര് വെച്ച് ഈ പത്രസമ്മേളനം നടത്താനുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇത് സ്റ്റേറ്റ് വൈഡ് സമരമാണ്. പലപ്പോഴും മറ്റ് തലങ്ങളിലൊക്കെ നമ്മൾ എറണാകുളത്താണ് പ്രധാനമായും പത്രസമ്മേളനങ്ങൾ നടക്കാറ്. സംസ്ഥാന തലത്തിൽ വാർത്ത ഇടുന്ന കാര്യത്തിൽ പലപ്പോഴും പത്രമാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ അവഗണിക്കുന്ന ഒരു സമീപനമുണ്ട്. അപ്പൊ തൃശ്ശൂരിലെ പത്രമാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെയല്ല എന്ന തൃശ്ശൂർക്കാരനെ ഞാൻ ഇവരോട് പറഞ്ഞപ്പോ നമുക്ക് തൃശ്ശൂർ വെച്ച് നടത്താം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് ഭാഗമായി കേരളത്തിന്റെ മധ്യ സ്ഥലത്ത് വെച്ച് തൃശ്ശൂരിൽ വെച്ച് ഈ വാർത്താ സമ്മേളനം നടത്താൻ ഞങ്ങൾ ആലോചിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പരിഗണന ഈ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. അതേമാതിരിയാണ് 19-ാം തീയതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് MLA KK രമ അവരുകളാണ്. വ്യത്യസ്ത ട്രേഡ് യൂണിയന്റെ HMS, അതുമാതിരി തന്നെ AICTU, NTU തുടങ്ങി കേന്ദ്ര ട്രേഡ് യൂണിയനുകളായാലും അവരുടെയൊക്കെ നേതാക്കന്മാര് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അന്ന് തന്നെ വീണ്ടും മുഖ്യമന്ത്രിനെ നേരിട്ട് കാണാനും തൊഴിൽ വകുപ്പ് മന്ത്രിനെ നേരിട്ട് കാണാനും ഓണത്തിന് മുമ്പ് ഈ കുടിശ്ശിക പെൻഷൻ എങ്കിലും വിതരണം ചെയ്യണം എന്ന ആവശ്യം അവരുടെ മുമ്പാകെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്.
എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എൻ്റെ സ്നേഹിതരായ എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾ നന്ദി പ്രകാശിച്ചുകൊണ്ട് എൻ്റെ വാക്കും ഞാൻ അവസാനിക്കുന്നു. ഏതാ ആ അതാണ് ഞാൻ പറയുന്നത്. CIT-യും BMS-ഉം ഈ സംയുക്ത സമിതിയിൽ ഇല്ല. AICT ഉണ്ട്. AICTU ഇല്ല. ഒരു ഭരണത്തിന്റെ ഭാഗമായി അത് കഴിഞ്ഞ 10 വർഷം ഇവരുടെ ഭരണമായിരുന്നുണ്ടോ? ഒരു സമരവും നടത്തി. അപ്പൊ ആ സമിതിയിൽ വരാൻ അവർ തയ്യാറായിട്ടില്ല. അതാണ് സത്യം. ഇനി ഉണ്ടാവും, ഇനി വരാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല 28 മാസത്തോളം കുടിശ്ശികയിലായിരുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കി സമരരംഗത്ത് വന്നത്. ഞങ്ങൾ സജീവമായി സമരരംഗത്ത് വന്നപ്പോഴാണ് CIT-യും INTUC-യും AITUC-യും STU-യും അടക്കമുള്ളവർ ഈ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള സമരവുമായി ഞങ്ങളുടെ പുറകെ വരുന്നത്. ഞങ്ങളാണ് സമരം. അതിനുശേഷം അവർ വീണ്ടും നിർജ്ജീവമായി. ഞങ്ങളിപ്പോഴും ആ തൊഴിലാളി അവകാശ പോരാട്ടത്തിൽ സജീവമായി നിൽക്കുകയും ഇവിടെ നമ്മുടെ സാഹിത്യ അക്കാദമി ലഭിച്ചായിരുന്നു ഞങ്ങളുടെ അവകാശ പ്രഖ്യാപന കമ്മീഷൻ നടത്തുന്നത്. ഇനി വിശ്വകല തങ്കപ്പൻ ഇതിന്റെ സംസ്ഥാന ജനറൽ കൺവീനറാണ് അദ്ദേഹം. ഇല്ലാത്തത് KK ചന്ദ്രനും സിദ്ദിഖിന് പകരമാണ് FITUവിന്റെ ഷാജഹാൻ വന്നത്. FITUവിന്റെ ജില്ലാ സെക്രട്ടറി ഷാജഹാൻ. PM ഷാജഹാൻ. ഞാന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ആളാണ്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. നിർമ്മാണ മേഖല ആകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒന്ന്, സാധനങ്ങളുടെ ദൗർലഭ്യം. മറ്റൊന്ന്, രൂക്ഷമായ വിലക്കയറ്റം, നിർമ്മാണ സാമഗ്രികളുടെ രൂക്ഷമായ വിലക്കയറ്റം. ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി വന്നിരിക്കുകയാണ്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കല്ലും എംസാൻഡും എല്ലാം ലഭിച്ചിരുന്നത്. അവരത് നിരോധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് അവിടെ തയ്യാറ് വന്നിട്ടുള്ളത് കൊണ്ട് തൽക്കാലം കേരളത്തിലേക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിർമ്മാണ മേഖല കേരളത്തിൽ ആകെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, പറയാത്തൊരു കാര്യം, ഞങ്ങളിതിൽ നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്. 2015 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടായിരുന്നു. നിർമ്മാണ തൊഴിലാളികൾ 2015 സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയാണ് നടപ്പാക്കേണ്ടത്. അത് നടപ്പിലാക്കിയിട്ടില്ല. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒരു ഗവൺമെന്റിന്റെ തുടർച്ച എന്ന നിലയിൽ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കേണ്ടതായിരുന്നു, നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായിരുന്നു LDF ഗവൺമെന്റ്. എളമരം കരീം CIT-യുടെ നേതാവ് ഉൾപ്പെടെ ഒപ്പിട്ട കരാറാണ് നടപ്പാക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ സർക്കാരിന് വളരെയേറെ ഗുണവും നേട്ടവും ഉണ്ടാകുമായിരുന്നു. തൊഴിലാളികൾക്ക് മാത്രമല്ല, സർക്കാരിനും. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെ ഒന്നാമത്തെ കാര്യം മണൽ നിയന്ത്രണം എടുത്തു കളയും. ഡാമുകൾ, നദികൾ, വലിയ വലിയ തോടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മണൽ ശേഖരിച്ച് മിതമായ വിലയ്ക്ക് മണൽ ലഭ്യമാക്കും. ആ തീരുമാനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ സർക്കാരിന് ഗുണമുണ്ടാകും, നേട്ടമുണ്ടാകും. കാരണം എന്താ? ഡാമുകളിൽ കെട്ടിക്കിടക്കുന്ന മണൽ അപ്പോൾ നീക്കം ചെയ്യണമെന്ന ശാസ്ത്രീയ വശം കാണാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല.
മണലിങ്ങനെ അടിഞ്ഞുകൂടും. ആ മണലെടുത്ത് മാറ്റണം. ആ മണലെടുത്ത് മാറ്റിയാൽ അത്രയും വെള്ളം അവിടെ സമാഹരിക്കാൻ കഴിയും, വർദ്ധിക്കും. വെള്ളം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നും കരണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും, വിദ്യുശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ആ മണല് വിൽപ്പന നടത്തുന്നതിലൂടെ, അതിന് ടാക്സ് ഇനത്തിലും മറ്റും വിൽപ്പന നടത്തുന്നതിലൂടെയും സർക്കാരിന് സാമ്പത്തികമായ നേട്ടമുണ്ടാകും. അപ്പോൾ ഒന്ന് വൈദ്യുതി വർദ്ധിപ്പിക്കാൻ കഴിയും. ഡാമുകളിൽ അടിഞ്ഞുകൂടുന്ന മണല് അപ്പോൾ നീക്കം ചെയ്യണമെന്ന ശാസ്ത്രീയ വശം ഗവൺമെന്റ് കാണും. അതുകൊണ്ട് 2015 ഉമ്മൻചാണ്ടിയുമായി ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം കൂടി ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്, തടയുന്നതിന് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കും. അതായിരുന്നു രണ്ടാമത്തെ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കിയില്ല. LDF ഗവൺമെന്റ് പൊടി തട്ടി അതെടുത്തില്ല. അതിൻ്റെ മേൽ അടയിരിക്കുകയായിരുന്നു. UDF കൊണ്ടുവന്ന ഒരു പരിപാടി, ഒരു ഒത്തുതീർപ്പ് പരിപാടി എന്ന നിലയിൽ അവർ രാഷ്ട്രീയമായി അതിനെ കാണുകയാണ്. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ, തുറന്നു നോക്കാൻ LDF ഗവൺമെന്റ് തയ്യാറായില്ല. തൊഴിലാളി വിരുദ്ധമായ നടപടികളാണ് ഈ കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത്, നിർമ്മാണ മേഖലയിൽ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. അപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ ആ ഒത്തുതീർപ്പ് തീരുമാനം, ഇപ്പൊ UDF ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ്, ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് അന്നത്തെ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ 2015 നിർമ്മാണ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിനിടയിൽ നടത്തിയ രാപകൽ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നോട്ടീസിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങളൊന്ന് വളരെ ഒരു ശ്രദ്ധയോടുകൂടി, ശാസ്ത്രീയ വശമുണ്ട് അതിൽ. ആ മണൽ നീക്കം ചെയ്യുമ്പോൾ വെള്ളം വർദ്ധിക്കും, കരണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും.